لله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നിടത്ത് വരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത സകലതും അൽ ആലമീൻ എന്ന വാക്കിന്റെ പരിധിയിൽ വരുമെന്നുള്ളതും അതിൻ്റെയൊക്കെ സൃഷ്ടാവ്, നിയന്താവ്, അതേപോലെ തന്നെ ഉടമസ്ഥൻ എന്നീ മൂന്ന് ആശയങ്ങളും ചേർന്ന് വരുന്ന റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളതും അർ റഹ്മാനിർ റഹീം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് നാമങ്ങളാണ് എന്നുള്ളതും റഹ്മത്ത് എന്ന അല്ലാഹുവിന്റെ സിഫത്ത് ഈ രണ്ട് നാമങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നും നമ്മൾ പറഞ്ഞു വെച്ചു. അതേപോലെ തന്നെ മാലിക് യൗമിദ്ദീൻ എന്നതിന് മലിക് യൗമിദ്ദീൻ എന്നും പറയുമെന്നും മാലിക് യൗമിദ്ദീനും മലിക് യൗമിദ്ദീനും മാലിക്കും മലിക്കും വരുമ്പോഴുള്ള അർത്ഥവ്യത്യാസങ്ങൾ, ആശയ വ്യത്യാസങ്ങൾ അതും നമ്മൾ പറഞ്ഞു വെച്ചു. യൗമുദ്ദീൻ, ആ യൗമുദ്ദീനിന്റെ ഭയാനകത, അതേപോലെ തന്നെ ആ ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നൽകിയ വിവിധ പേരുകൾ, യൗമുൽ ഹാഖ, യൗമുൽ തഗാബുൻ, യൗമുൽ ഖാരിഅ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന് നൽകിയ വിവിധ പേരുകളും നമ്മൾ പറഞ്ഞു വെച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഖുർആനിന്റെ തന്നെ ഏറ്റവും ആണിക്കല്ലായ, ഇസ്ലാമിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തൗഹീദിനെ സൂചിപ്പിക്കുന്ന, തൗഹീദുൽ ഉലൂഹിയെ സൂചിപ്പിക്കുന്ന ആയത്തും നമ്മൾ വിശദീകരിച്ചു. ഇബാദത്ത് എന്താണ് എന്ന് പറഞ്ഞു. ഇസ്തിആനത്ത്, അത് ഇബാദത്തിൽ പെടുന്ന ഇസ്തിആനത്താണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതും ഇബാദത്തിൽ ഉൾക്കൊള്ളുന്ന ഇസ്തിആനത്ത്, സഹായ തേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുള്ളൂ എന്നും അതേപോലെ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇസ്തിആനത്ത് അല്ലാഹുവിന്റെ തവക്കുലിനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന രീതിയിലുള്ള സഹായ തേട്ടമാണ് ഉദ്ദേശമെന്നും അതേപോലെ തന്നെ ഇബാദത്തിന് വേണ്ടിയുള്ള തൗഫീഖിനെ ചോദിച്ചുകൊണ്ടുള്ള സഹായ തേട്ടം കൂടിയാണ് ഇവിടെ ഉദ്ദേശമെന്നും നമ്മൾ പറഞ്ഞു വെച്ചു. ഈ ആയത്ത് ഓരോന്നും പാരായണം ചെയ്യുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്നുള്ള പറയും, നമ്മൾ ഓതുമ്പോൾ അള്ളാഹ് പറയും തിരിച്ചു മറുപടി, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ ഹംദ് ചെയ്തിട്ടുണ്ട്, സ്തുതിച്ചിട്ടുണ്ട് എന്ന് പറയും. അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹ് തരുന്ന മറുപടി അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, സനാ ചെയ്തിരിക്കുന്നു എന്ന് പറയും. അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മജിദ്, മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് ഓർമ്മ ഉണ്ടായുള്ള ഉപകാരം തരാം. നിസ്കാരത്തിൽ ശരിക്കും ഒരു ഖുശൂ കൂടുതൽ വരുന്നുള്ളതാണ്. അഥവാ അൽഹംദുലില്ലാ പറയുമ്പോൾ ഒക്കെ അള്ളാഹ് ഇങ്ങനെയൊക്കെ മറുപടി പറയുന്നുണ്ടല്ലോ പഠിച്ചോ, നമ്മൾ ഓരോരുത്തരുടെയും ഫാത്തിഹക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനക്ക്. അതാണ് നിസ്കാരം, സംഭാഷണം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പ്രസംഗത്തിലൊക്കെ കേട്ടു നിസ്കാരം സംഭാഷണമാണ് അള്ളാഹിന്റെ. അതാണ് ശരിക്കും ഈ ഒരു മറുപടി അള്ളാഹ് നമുക്ക് തരുന്നുണ്ട്. ശരിക്കും ഒരാൾ മാത്രം വർത്താനം പറഞ്ഞാൽ അത് സംഭാഷണം ആവില്ലല്ലോ. അള്ളാഹ് നമ്മൾ അങ്ങോട്ടും പറയുന്നുണ്ട്, അള്ളാഹു തിരിച്ചു മറുപടി പറയുന്നുണ്ട്. പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അങ്ങനെ
ഇത് ഇത്രയും നേരം ഒരു എൻട്രിയാണ്, ശരിക്കും ഒരു ആമുഖാണ്. ഇതൊരു പ്രാർത്ഥനയുടെ അദബും കൂടിയാണ്. അള്ളാഹുവിനെ പ്രാർത്ഥനയുടെ അദബ് നമ്മൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും എടുത്തു പറഞ്ഞ്, അതിനുശേഷം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സലാത്തും ചൊല്ലിയിട്ടാണ് പ്രാർത്ഥനയ്ക്ക് എടുക്കേണ്ടത്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, സ്വലാത്ത് ചെല്ലാതെ നടത്തുന്ന ദുആ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള ഹദീസ് വരെ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അത്രമേൽ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഒട്ടുമിക്ക പള്ളികളിലും, പ്രത്യേകിച്ച് നമ്മളൊക്കെ പോകുന്ന അനസ് പള്ളിയിലൊക്കെ അറിയാം, രണ്ടാമത്തെ ഖുതുബയിൽ അവസാനം അദ്ദേഹം സ്വലാത്തിനെ പറ്റി എന്നും സൂചിപ്പിക്കുന്നുള്ളതാണ്. സ്വലാത്ത് അത്രമേൽ പ്രാധാന്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വ സല്ലിമു തസ്ലീമ എന്നുണ്ട്. അതേപോലെ തന്നെ ബാങ്കിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സ്വലാത്ത് ചെല്ലണം. നമ്മളൊക്കെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹിന്റെ മുമ്പ് സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതും ശറഈൽ വന്നിട്ടുണ്ട്. അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി എന്ന് ചെല്ലുന്നതും റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വലാത്ത് എന്നുള്ളത് അത്രമേൽ പ്രാധാന്യമാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഒത്തിണങ്ങി. ഇനി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഇനി ദുആ ആരംഭിക്കുകയാണ്. പ്രാർത്ഥന, ദുആ, അഥവാ ഇനി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ, അള്ളാഹു പറഞ്ഞു ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഇനി അള്ളാഹിനോട് നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. പറയാൻ പറഞ്ഞു അവിടെ ഇത്രയും നേരം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും നേരം ഗായിബിന്റെ സീഗയിലാണ് സംസാരം വന്നിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞത് ഗായിബിന്റെ എന്ന് പറഞ്ഞാൽ നേരിട്ട് സംസാര രീതിയിലല്ല ഇത്രയും നേരം ഖുർആന്റെ. അപ്പൊ മാലിക് യൗമിദ്ദീൻ, പിന്നെ അതേപോലെ തന്നെ അർ-റഹ്മാൻ റഹീം, ഇതൊന്നും നേരിട്ട് ഒരാൾ സംസാരിക്കുന്ന രീതിയിലല്ല ഇത്രയും നേരം വന്നത്. അവസാനം ഇയ്യാക നഅ്ബുദു എത്തിയപ്പോൾ നേരിട്ട് ഒരാളോട് സംസാരിക്കുന്ന രീതിയിലേക്ക്, ഇനി മുഖാത്തബിന്റെ രൂപം എന്ന് അറബിയിൽ പറയാം, ഡയറക്റ്റ് സംസാരിക്കുന്ന രൂപത്തിലോ. അതിന് പണ്ഡിതന്മാർ ഒന്ന് രണ്ട് കാരണങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അറബിയുടെ ഒരു സാഹിത്യ രീതിയാണെന്ന് പറഞ്ഞു. അറബികൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഗായിബായ, ഇവിടെ ഇല്ലാത്ത ഇൻഡയറക്റ്റ് ആയ ഒരുപാട് ഫ്രേസസ്, സെന്റൻസുകൾ പറഞ്ഞ് പിന്നെ അത് അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഇടക്ക് നേരെ ഡയറക്റ്റ് ആക്കി മാറ്റുന്നുള്ളത് അതൊരു അറബി സാഹിത്യത്തിന്റെ അറബിയുടെ ഒരു ഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇൻഡയറക്റ്റ് ആയ സെന്റൻസ് ഡയറക്റ്റ് ആക്കിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു അറബികളുടെ ഒരു ശൈലി കൂടിയാണ്. രണ്ടാമത്തത് ഒരു സംശയം എന്നുള്ളത്, നഅ്ബുദു, ഞങ്ങൾ എന്നുള്ള ചോദ്യം. നമ്മൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്, ഒറ്റക്കാണ് പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ട് പിന്നെ നഅ്ബുദു ആക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് കൊടുക്കുന്ന മറുപടി, നമ്മൾ ഒന്നാണെന്നുള്ള ചിന്തയിൽ, അഥവാ മുസ്ലിങ്ങൾ, നമ്മളെല്ലാവരും, നമ്മൾ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് അർത്ഥം. സാമൂഹിക ബോധം, മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു, ഞങ്ങൾ എല്ലാവരും നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, നിന്നെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സഹായം തേടും. അപ്പൊ അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരും ഹിദായത്തിലാക്കണം എന്നാ പറഞ്ഞത്. അതിന്റെ ഒരു ആമുഖമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞു. അഥവാ എല്ലാവർക്കും വേണ്ടിയുള്ള സംസാരമാണ്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ പ്രാർത്ഥനയുടെ മഹത്വം എന്താ വെച്ചാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തും അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തൊക്കെ ഉൾക്കൊള്ളുന്നത്. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ബോധം നമുക്ക് നൽകാൻ വേണ്ടി നമ്മൾ എപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം. നിസ്കരിക്കുമ്പോൾ പോലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. അവിടെയാണ് പ്രാർത്ഥനയുടെ അതുപോലെ കാണാം. ഒന്നാമതായിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ഒന്നാമതായിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മുഅ്മിനീങ്ങൾക്കും സമൂഹത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ചോദിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ പാഠങ്ങൾ ഈ ഒറ്റ ഞങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടി വരും. എന്തുകൊണ്ട് നമ്മൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നെങ്കിലും ഞങ്ങൾ എന്ന ബോധം വരാൻ കാരണം ആ മുഅ്മിനീങ്ങൾ എല്ലാവരും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് ഇൻഷാ അല്ലാഹ് കുറച്ച് ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇഹ്ദിനയിലേക്ക് പോകാൻ കഴിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم. اهدنا الصراط المستقيم. اهدنا الصراط المستقيم. اهدنا الصراط المستقيم. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ ചില ആൾക്കാർ ഇമാമൊക്കെ നിൽക്കുമ്പോൾ ഖുർആനിൽ ശരിക്കും എല്ലാം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എല്ലാം അതിന്റെ പാകത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. റസൂൽ പഠിപ്പിച്ചു അതിന്റെ പെർഫെക്റ്റിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ ചില ആൾക്കാർ, ചില സാധാരണക്കാരായ ആൾക്കാർ ഇമാം വെക്കുമ്പോഴോ ഒക്കെ വരുന്നൊരു അപകടം എന്താ വെച്ചാൽ വെറുതെ വാണ്ടിയെടുത്തും വേണ്ടാത്തടത്തൊക്കെ നീട്ടുക എന്നറിയില്ല. ഉദാഹരണത്തിന് ചില ആൾക്കാർ ഓന്നേക്കാം മാലികി യൗമിദ്ദീൻ, അവിടെ മാന്ന് കുറേ നീട്ടും. അങ്ങനെ നീട്ടരുത്. മാലികി അവിടെ ഒന്നും ശരിക്കും ഇപ്പൊ മാലികി യൗമിദ്ദീനായ ചിലപ്പോൾ ഇയ്യാക്ക നീട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇയ്യാക്ക അങ്ങനെ അങ്ങനെ ചില പാട്ടിന്റെ ശൈലിയിൽ ഒന്ന് അങ്ങനെ ആ രീതിയിലൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറെ ആൾക്കാർ നീട്ടും. ഇയ്യാക്ക നഅ്ബുദു. പിന്നെ അടുത്ത് വരാൻ സാധ്യതയുള്ള തെറ്റ് നഅ്ബുദൂന്ന് ചൊല്ലിപ്പോവും. നമ്മൾ പോലും ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. അപ്പൊ കുറെ ആൾക്കാരെ ഓദിപ്പിച്ച് നോക്കുമ്പോൾ സംഭവിക്കലെന്ന് വെച്ചാൽ ഇയ്യാക നഅ്ബുദു വ ചെറിയ ദൂന്ന് പോലും ഉണ്ടാകും. അങ്ങനെ ആവശ്യമില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അങ്ങനെയാണ് വരേണ്ടത്. പിന്നെ അർറഹ്മാനിർ റഹീം. റഹീം കുറേ നീട്ടുക, എന്നാൽ അത്ര തന്നെ യൗമുദ്ദീൻ നീട്ടാണ്ടിരിക്കുക, എന്നാൽ അതിനേക്കാൾ നസ്തഈൻ നീട്ടുക. അങ്ങനെ പല പല നീട്ടലും കുറക്കലൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വൃത്തിയുള്ള ശൈലിയല്ല. നീട്ടേണ്ടടുത്ത് മാത്രം നീട്ടുക എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു രീതി എന്ന് പറഞ്ഞാൽ. കൃത്യമായ നമുക്ക് ഈ ഓതുന്നതിന് പോലും മാതൃക ഉണ്ട്. റസൂലുള്ള ഓതുന്ന പോലെയാണ് ശരിക്കും നമ്മൾ ഓതുന്നത്. അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി താവയായിട്ട് റസൂലുള്ളയിൽ നിന്ന് ഇത്രയും കാലം നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്നുകൂടി നമുക്ക് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. إياك نعبد وإياك نستعين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. 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 ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരം ത്വാണ്. നമ്മൾ പലപ്പോഴും താന്നായി പോകാറുണ്ട്. അതെ, മുസ്തഖീമിന്റെ കാഫും പലരും മുസ്തഖീം എന്നാ അധികം ആൾക്കാരും ചൊല്ലല്. അതിലിപ്പോ ഏറ്റവും നല്ല ഉദാഹരണം കുറേ കാഫ് അടുപ്പിച്ച് വരുമ്പോ അല്ലെ പൊതുവെ കാഫ് ശരിക്കും ഭൂരിഭാഗം ആൾക്കാർക്ക് തെറ്റിപ്പോവാറുണ്ട്. കാഫ് തെറ്റാൻ പാടില്ല. ഭയങ്കര നമ്മൾ പറഞ്ഞതുപോലെ ആശയത്തിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതിന്റെ ഉച്ചാരണം മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മുസ്തഖീം നമ്മൾ ചിലപ്പോൾ നമുക്ക് പോലും തോന്നും ഞാൻ ശരിയാണ് എന്ന്. അങ്ങനല്ല. മുസ്തഖീം എന്ന് തന്നെ പറഞ്ഞു. മുസ്തഖീം. അതിന് ഏറ്റവും നല്ല എന്താ വെച്ചാല്
നമ്മള് സൂചിപ്പിക്കാറുണ്ട്, ഇവിടുത്തെ ഏതെങ്കിലും പള്ളിയിലെ ഏതെങ്കിലും ഒരു ഇമാമിനെ അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരിക്കലെങ്കിലും ഒരു ഫാത്തിഹക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ശരിക്കും ഒരിക്കലെങ്കിലും ഓരോട് ഇരുത്തിയിട്ട് ഇന്റെ ഫാത്തിഹ ഒന്ന് നോക്കൂന്ന് ചോദിക്കാം. കാരണം അറബികളുടെ ശൈലി അതാണ് ഖുർആന്റെ ഏറ്റവും പക്കാ ശൈലി എന്നുള്ളത്. അതിലേക്ക് വരാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങനെ പഠിച്ച ഏതെങ്കിലും ഇപ്പോൾ അനസ്വള്ളിയിലൊക്കെ പ്രായ വ്യത്യാസം ഞാൻ എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം വിളിച്ചിട്ട് എന്താ ഇന്റെ ഒന്ന് കേൾക്കൂന്ന് ചോദിക്കുക. സാധാരണ നമ്മൾ ചോദിക്കും. എന്നിട്ട് ഒരു വട്ടെങ്കിലും നമ്മുടെ ഫാത്തിഹ അങ്ങനെ ഓതി കേൾപ്പിച്ച് ശരിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുക. അപ്പൊ ത്വാന്റെ ഉച്ചാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്വാ അത് എവിടെയാണ് എന്റെ മഹ്റജ് വരിക? ഉത്ഭവസ്ഥാനം നാവ്. ഒന്ന് നാവാണ്. യെസ്. മുൻപല്ലിന്റെ അഗ്ര അതിന്റെ മുരട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? അടിസ്ഥാന അപ്പൊ പക്ഷെ അവിടെ തന്നെയാണ് ഏകദേശം താ നമ്മൾ പറയില്ല. ത്വ ആണ്. ത്വ താ അല്ല ത്വ. അങ്ങനെ കുറച്ചൊരു ത്വ ത്വ സിറാത്ത്. അതേപോലെ തന്നെ സ സിറാത്ത് അല്ല സ്വ സിറാത്ത് സിറാത്ത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതി തന്നെ ശരിയാക്കുക. അതെങ്ങനെ തന്നെയാണ് ഓത്ത് ശരിയാവുള്ളൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ആശയത്തിലേക്ക് എടുക്കാം. അതാണ് അറബി ഗ്രാമർ. അങ്ങനെ ഉദാഹരണത്തിന് ഇപ്പോ അറബിയിൽ ഇപ്പൊ ഇത് കൽപ്പനാക്രിയയാണ്. ഇഹ്ദി ഞങ്ങളെ ഹിദായത്തിലാക്കുന്നതാണ്. കൽപ്പനാക്രിയ ഇങ്ങനെ വരിക ഇഹ്ദി. ഇപ്പോ ഇജിലിസ് എന്ന് പറയില്ലേ? ജലസ യജിലിസു ഇജിലിസ്. അതായത് ജലസറ ഇരുന്നു, ഇജിലിസറ നീ ഇരിക്കുന്നതാണ്. അങ്ങനെ കൽപ്പനാക്രിയയിൽ വരുമ്പോ ഈ എടുക്ക് ഈ വരും, എടുക്കൂ വരും. അത് അറബിയുടെ ഒരു നിയമമാണ് ശരിക്കും. ചോദിച്ചത് ഇക്രവും കൽപ്പനാക്രിയയിലാണ്. കെസറില്ലല്ലോ. മൂന്നാമത്തെ അങ്ങനത്തെ ഒരു ഇതില്ലേ? മൂന്നാമത്തെ എങ്ങനെ നിയമം? അതിപ്പോ ഉദാഹരണം യജിലിസു നമ്മൾ പറഞ്ഞു. യജിലിസു എന്ന് പറഞ്ഞാൽ യജിലിസു 4 അക്ഷരാണ് ഇതിനുള്ളത്. ഇതിനെ കൽപ്പനാക്രിയയിലേക്ക് എങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് നോക്കുക. മൂന്നാമത്തെ അക്ഷരത്തിന് കെസറാണെങ്കിൽ ഫത്ഹോ കെസറോ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താക്കി ഈ ഇടും. മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലമ്മിടും എന്നുള്ളത്. ഫത്ഹോ കെസറാണെങ്കിൽ കെസറിടും, ലമ്മാണെങ്കിൽ ഫസ്റ്റ് ലമ്മിടും എന്നുള്ളതാണ്. അതാണ് അറബിയിലെ നിയമം എന്ന് പറയുന്നത്. എടി ഇവിടെ ഈ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദാഹരണത്തിന് മാലിക് യൗമിദ്ദീൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മാലിക് യൗമിദ്ദീനും കഴിഞ്ഞു പോയി നമ്മളത്. കഴിഞ്ഞു പോയി. മാലിക് യൗമിദ്ദീൻ എഴുതുമ്പോഴുള്ള എഴുത്ത് ശ്രദ്ധിച്ചിരുന്നോ? മാലിക് യൗമിദ്ദീൻ എഴുതൽ ഇപ്പൊ നമ്മളാരും എഴുതുമ്പോ അങ്ങനെ എഴുതലില്ല. നമ്മൾ എഴുതുമ്പോ അങ്ങനെ എല്ലാവരും എഴുതല്. മാലിക് യൗമിദ്ദീൻ ഒന്നും നമ്മൾ അലിഫിട്ട് എഴുതും. കഴിഞ്ഞ അലിഫിട്ടിട്ടാണ് നമ്മൾ എഴുതല്. പിന്നെ അതേപോലെ തന്നെ മാ എന്നതിന്റെ മുകളിലുള്ള ആ ചെറിയ അലിഫുണ്ട്, കുഞ്ഞലിഫ്, ചെറിയ അലിഫ്. ആ അലിഫ് നമ്മൾ ആരും ഖുർആൻ നമ്മൾ എഴുതുമ്പോൾ എഴുതാറില്ല. ഖുർആന്റെ എഴുത്തിന്റെ ശൈലി വേറെയാണ്. ഖുർആൻ എഴുതുമ്പോ എങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഖിറാത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ലോകത്ത്. സ്വഹീഹായ ഖിറാത്ത്. ആ ഖിറാത്തും ഈ ഒറ്റ ഖുർആനിൽ ഓതാൻ പറ്റുന്ന ആ പാകത്തിനാണ് ഈ ഖുർആൻ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതുന്ന രീതിയിലല്ല ഖുർആൻ എഴുതുക. അറബിയിലെ പക്ക നമ്മൾ എഴുതുന്ന എഴുത്തും ഖുർആനിന്റെ എഴുത്തും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ അലിഫിന്റെ മേലങ്ങൾ കണ്ടൊരു ചിഹ്നം. അതൊക്കെ നമ്മൾ എഴുതുമ്പോൾ എഴുതൂല. അത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. ആ ചിഹ്നങ്ങളൊക്കെ ഖുർആനിന്റെ ശൈലിയായിട്ട് വരുന്നതാണെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പിന്നെ അതേപോലെ സിറാത്ത് നമ്മളാരും അങ്ങനെ എഴുതൂല. നമ്മളെ റാക്കേശ് അലിഫിടും. അത് ഇവിടെ അങ്ങനെ എന്താന്ന് വെച്ചാൽ അത് ഖുർആന്റെ ശൈലിയാണ്. ഖിറാത്തും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലായി. അതിനു വേണ്ടിയിട്ടാണ് ഖിറാത്തും ഇതിൽ ഓതാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ മാലിക്ക് നമ്മൾ എഴുതിയ പോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാലിക്ക് ഇപ്പൊ ഹർക്കത്തൊക്കെ ഒഴിവാക്കാം. ഇതിലെ ഇപ്പൊ ഹർക്കത്ത് ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്തൊന്നും ഹർക്കത്തില്ലാലോ. ഈ മാലിക്കിയിലെ എല്ലാ ഹർക്കത്തും മാലിക്കിയുള്ള പദത്തിൽ മാത്രം എല്ലാ ഹർക്കത്തും ഒഴിവാക്കിയിട്ട് ഇപ്പൊ നമ്മൾ എഴുതുന്ന പോലെ എഴുതിയാൽ നമുക്ക് നമ്മൾ എഴുതിങ്ങനെ മാക്കേശ് ഒരു അലിഫിടും പിന്നെ ലാഡും കാടും അങ്ങനെ എഴുതിയാൽ മാലിക്കി എന്ന് വായിക്കാൻ കഴിയും. ഹർക്കത്തൊന്നും ഇല്ലെങ്കിലും
ഹർക്കത്തൊന്നും ഇല്ലെങ്കിലും അങ്ങനെ മലിക്കുന്ന എഴുതാകില്ല. പക്ഷെ ഇവിടെ ഹർക്കത്തില്ലെങ്കിൽ മലിക്കുന്ന ഹർക്കത്തൊന്നും ഒഴിവാക്കുക. ഹർക്കത്തൊക്കെ ഒഴിവാക്കിയാലും ഈ മലിക്കുന്ന മാത്രം എഴുതി മാ ലാക്ക ഇത് മൂന്നും ഒരുമിച്ച് ഖുറാൻ എഴുതിയ പോലെ എഴുതിയിട്ട് നമുക്ക് ഇതിൽ മലിക്കുന്നു ഓതാം, മാലിക്കുന്നു ഓതാം. അതാണ് ഖുറാന്റെ എഴുത്തിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ. രണ്ടും ഓതാം. അങ്ങനെയാണ് ഖുറാൻ എഴുതുക എന്നുള്ളത്. 7 രീതിയിൽ ഓതാൻ പറ്റും. മലിക്കുന്നു ഓതിയാലും കറക്റ്റാണ്. പക്ഷെ മലിക്കുന്നു ഓതുമ്പോ എന്താ വെച്ചാൽ അത് കുറെ വേറെ വ്യത്യാസമുണ്ട്. വേറെ തജ്വീദാണ് ശരിക്കും. ഇതിന്റെ ആശയത്തിലേക്ക് പോവാം. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഇഹ്ദി എന്ന് പറഞ്ഞാൽ ഹിദായത്ത് കൊണ്ട എന്നാണ് എന്റെ ആശയം. ഹിദായത്ത് കൊണ്ടാന്നാണ്. ഞങ്ങൾക്ക് ഇഹ്ദി പ്ലസ് നഹ്നു ആണ് ഇഹ്ദിന, ഞങ്ങൾക്ക് ഹിദായത്ത് കൊണ്ട. എങ്ങനത്തെ ചെയ്തത്? അസ്സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ മാർഗം. മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ ചൊവ്വായ. സിറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത, മാർഗം എന്നൊക്കെയാണ്. ഇതിനൊന്ന് വിശദീകരിക്കാണ്ട് ശരിക്കും. ഇഹ്ദിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, നമ്മളൊക്കെ ഹിദായത്തിലല്ലേ? ഇപ്പൊ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. മക്കയിലുള്ള മദീന യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകൻ കൂടിയായിരുന്ന ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിദുള്ളയോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഇഹ്ദിന ചൊല്ലുന്നത്? നമ്മളൊക്കെ ഹിദായത്തിലല്ലേ? ഹിദായത്ത് പറഞ്ഞാൽ മുസ്ലിം ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം. പിന്നെ എന്തിനായിരിക്കും നമ്മൾ ഇഹ്ദിന എന്ന് ചോദിക്കുന്നത്? അതെ, ഒന്ന് ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിദുള്ളയും ഇതേ മറുപടി പറഞ്ഞു. ഒന്ന് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് 2 ഉത്തരാണ് ഇതിലുള്ളത്. ഒന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ഉറപ്പിച്ചു നിർത്തി തരണേ, ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തി തരണേ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിന്റെ ഒരു ആശയം വരിക. മനുഷ്യന് മാറ്റം വരും. അതാ റസൂലല്ലേ അള്ളാഹു കൽബ് മാറി മറയുന്ന കൽബിനെ തൊട്ട് കാക്കണമെന്ന് പ്രാർത്ഥിച്ചല്ലോ. അപ്പോ ഹിദായത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി തരണം എന്ന ഒരു ഉദ്ദേശം. രണ്ടാമത്തത് ഹിദായത്തിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമിലാവുക എന്നുള്ളതാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറാത്തല്ലദീന അനഅംത അലൈഹിം. മറ്റൊരു ആയത്തുണ്ട്, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടേത്, നബിമാരുടേത്, ശുഹദാക്കളുടേത്, സിദ്ദീഖീങ്ങളുടേത്. നബിമാരുടേത്, സിദ്ദീഖീങ്ങളുടേത്, ശുഹദാക്കൾ ഇവരുടെ പാതയാണ് സിറാത്തുൽ മുസ്തഖീം. ഈ സിറാത്തുൽ മുസ്തഖീം ആ പാതയിലേക്കായി കിട്ടലാണ് ഹിദായത്ത് കിട്ടുക എന്നാണ്. അഥവാ അവരുടെ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനികരമായിക്കൊണ്ട് ഉന്നതിയുള്ള അവസ്ഥ, സംസാരത്തിലും വിശ്വാസത്തിലും എല്ലാ നിലക്കും പെർഫെക്റ്റ്. അഥവാ ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ശരിക്കും റെഡി ആയിട്ടുള്ള അഖീദാക്കി തരണം ഒന്നാമത്തെ ഉദ്ദേശം. യഥാർത്ഥ റസൂൽ ഈ 4 വിഭാഗം ഉണ്ടല്ലോ, സിദ്ദീഖുകൾ വിശ്വസിച്ചതുപോലെ, അതേപോലെ തന്നെ നബിങ്ങൾ വിശ്വസിച്ചതുപോലെ, സാലിഹീങ്ങൾ വിശ്വസിച്ചതുപോലെ, ഇവരൊക്കെ വിശ്വസിച്ചതുപോലെ തന്നെ എന്റെ വിശ്വാസമാക്കി തരണം എന്ന ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ അവരൊക്കെ പോലെ അവർ ജീവിച്ചതുപോലെ നല്ല മാന്യമായി, അവർ ജീവിച്ചതുപോലെ കർമ്മപരമായിക്കൊണ്ട്, അവർ ജീവിച്ചതുപോലെ സ്വഭാവപരമായിക്കൊണ്ട്, അങ്ങനെ അവരുടെ മാതൃകയിൽ ജീവിക്കാൻ പറ്റണം എന്നുള്ളതാണ് ശരിക്കും ഇഹ്ദിന കൊണ്ടുള്ള ഉദ്ദേശം. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ട് ചോദിച്ചു എന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെ ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തി തരാൻ വേണ്ടി. പിന്നെ ഹിദായത്ത് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഏറ്റവും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും പലരുടെ ഈമാൻ വ്യത്യാസം ഉണ്ടല്ലോ. ഈമാൻ കുറയും ചെയ്യും കൂടും ചെയ്യും നമുക്കറിയാം. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ് ഈമാൻ കൂടും ഈമാൻ കുറയും എന്നുള്ളത്. ഈമാൻ കുറയും ചെയ്യും കൂടുകയും ചെയ്യും. അപ്പൊ ഈമാൻ കൂടിയ അവസ്ഥയിലാക്കി തരണേ ഹിദായത്ത്. ഇപ്പൊ ചില ആൾക്കാർക്ക് മുസ്ലിം ആയിരിക്കും, എന്നാലും വിശ്വാസപരമായി കൊണ്ട് പല പാളിച്ചകളും ഉണ്ടാവും, കർമ്മപരമായി കുറെ പാളിച്ചകൾ ഉണ്ടാവും. അതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഹിദായത്തിന്, യഥാർത്ഥ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ശരിയിലാവുക എന്നുള്ളതാണ്. വിശ്വാസപരമായിക്കൊണ്ടും കർമ്മപരമായിക്കൊണ്ടൊക്കെ പൂർണ്ണ ശരിയിലാവുക എന്നുള്ളതാണ് ഹിദായത്തിലാവുന്നത്. അപ്പോൾ നമ്മൾ പലരും ചിലപ്പോൾ ഈ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പൂർണ്ണമായ റസൂലുള്ള പോയ പാതയിൽ സ്വാലിഹീങ്ങള്, ശുഹദാക്കള്, അവർക്ക് കിട്ടിയ ഹിദായത്ത് ഉണ്ടല്ലോ റസൂലുള്ളാഹിന്റെ കാലത്ത്, അതേ ഹിദായത്തിൽ ഞങ്ങളാക്കി തരണേ എന്നുള്ളതാണ്. അഥവാ അത്രയും ഞങ്ങൾക്ക് കുറഞ്ഞ ഹിദായത്തല്ല, കൂടിയ ഹിദായത്ത് തരണേ എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്ന് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിദുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒന്നുണ്ട്, ഹിദായത്ത് 2 തരം ഉണ്ട് എന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ് ഹിദായത്ത് 2 തരമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഒരു ആയത്തിൽ കാണാം, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശിയായിക്കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടതെന്ന് ഒരായത്തുണ്ട്. ആ ആയത്ത് മനസ്സിലാക്കുക. അടുത്തൊരായത്തിൽ കാണാം, അമ്മാ സമൂദു, സമൂദിനെ ഫഹദൈനാഹും, അവരെ നാം ഹിദായത്തിലാക്കി, ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, എന്നാൽ അവരിൽ ചില ആൾക്കാർ ഹുദയോട് മുഖം തിരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ 2 ഹുദയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
ഹുദല്ലിൽ മുത്തഖീൻ ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ഇവിടൊക്കെ ഉദ്ദേശിച്ച ഹുദ ഏതാണ് നമ്മൾ മനസ്സിലാക്കണം. ഹുദ രണ്ട് തരമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞു ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. റസൂൽ നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നാൽ അതേ റസൂലിനോട് നിങ്ങൾ ഹിദായത്തിൽ ആൾക്കാരെ ആക്കണം എന്നും പറഞ്ഞു. നിങ്ങൾ ഹിദായത്തിൽ ആക്കണം എന്നും റസൂലുള്ളാഹിനോട് പറഞ്ഞു. മറ്റൊരു ആയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞു നിങ്ങൾക്ക് ആരെ ഹിദായത്തിൽ ആക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വൈരുദ്ധ്യല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നത് അറിവില്ലായ്മ പോലെയാണ്. രണ്ട് തരത്തിലാണ് ഹിദായത്ത് ഉണ്ടാകുക. ഹിദായത്തുൽ ഇർഷാദ് എന്ന് ഒന്ന് പറയും, അത് നമ്മൾക്കൊക്കെ പറ്റും. ഹിദായത്തുൽ ഇർഷാദ് എന്ന് പറഞ്ഞാൽ ഹിദായത്ത് കാണിച്ചു കൊടുക്കുക, അഥവാ ഇതാണ് കേട്ടോ സത്യം, ഇതാണ് കേട്ടോ നന്മ, ഇതാണ് കേട്ടോ തൗഹീദ്. ഇങ്ങനെ പ്രവാചകന്മാരൊക്കെ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഹിദായത്തുൽ ഇർഷാദ്, ഹിദായത്തുൽ മുർഷിദി, അഥവാ ഹിദായത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയും. അതിനാണ് ഹിദായത്തുൽ ഇർഷാദ് എന്ന് പറയും. രണ്ടാമത്തെ ഹിദായത്തുൽ തൗഫീഖ്, അത് പഠിച്ചോട് തന്നെ കിട്ടണ്ടേ. മുസ്ലിം ആവുക, ഈമാനിലൂടെ കാലാകാലം ജീവിക്കുക, ഇതൊക്കെ ഹിദായത്തുൽ തൗഫീഖാണ്. അതുകൊണ്ടാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. ഹിദായത്തുൽ ഇർഷാദ് റസൂലുള്ളാഹിക്ക് ആവാൻ പറ്റിയിട്ടുള്ളൂ, ഹിദായത്തുൽ തൗഫീഖ് റസൂലുള്ളാഹിക്ക് ആവാൻ പറ്റിയിട്ടില്ല. കാരണം റസൂലുള്ളാഹിന്റെ അളാപ്പ മരിക്കുന്ന സമയത്ത് പോലും അളാപ്പം അമുസ്ലിമായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഹിദായത്തുൽ തൗഫീഖിന് കഴിയില്ല. ഹിദായത്തുൽ തൗഫീഖ് അഥവാ മുസ്ലിം ആവുക, ഈമാനോടെ ജീവിക്കുക, ഈമാനോടെ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തൗഫീഖാണ്. അത് അല്ലാഹ് തന്നെ. അത് തൗഫീഖ് എന്ന് പറഞ്ഞപ്പോൾ അത് ചേർന്നാൽ തന്നെ മനസ്സിലാക്കണം, അത് പഠിച്ചുകൊണ്ട് തന്നെ കിട്ടേണ്ടതാണ്. നമുക്കൊക്കെ പറ്റും ഹിദായത്തുൽ ഇർഷാദ്, നന്മ കാണിച്ചു കൊടുക്കുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ കാരണം ഒരാള് സത്യത്തിലാവുക, ഹിദായത്തിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ലോകം ലഭിക്കുന്നതിനേക്കാളും വലിയ കൂലിയുള്ള കാര്യമെന്ന് റസൂൽ പറഞ്ഞു. നീ കാരണം ഒരാൾ ഹിദായത്തിലാവുന്ന പറഞ്ഞാൽ നമുക്കൊരാളെ ഹിദായത്തിലൊന്നും ആക്കാൻ കഴിയില്ല. നമ്മൾ കാരണം ഒരാളെ ഹിദായത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് അലി റളിയല്ലാഹുവിനെ പോലുള്ള സ്വഹാബികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹിദായത്തുൽ ഇർഷാദും ഉണ്ട്, ഹിദായത്തുൽ തൗഫീഖും ഉണ്ട്. ഹിദായത്തുൽ ഇർഷാദും ഉണ്ട്, ഹിദായത്തുൽ തൗഫീഖ് ഉണ്ട്. ഹിദായത്തുൽ തൗഫീഖാണ് ഈമാൻ കിട്ടുക, മുസ്ലിം ആവുക, ഇതൊക്കെ ഹിദായത്തുൽ തൗഫീഖിൽ പെട്ടതാണ്. അതേപോലെ തന്നെ ഈമാനിൽ ഇങ്ങനെ അടിയുറച്ചിരിക്കാൻ പറ്റുക, തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കുക, ഇതൊക്കെ ഹിദായത്തുൽ തൗഫീഖാണ്. നമുക്കൊക്കെ കയ്യെ ഹിദായത്തുൽ ഇർഷാദാണ്. ഇവിടെ ഉദ്ദേശം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ രണ്ട് ഉദ്ദേശം വെക്കാൻ പറ്റും. അല്ലാഹുവേ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണേ. അപ്പൊ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, ഇവരൊക്കെ ഉള്ളത്. ഇവരുടെ ഒരു പാത എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹിദായത്തുൽ ഇർഷാദായിരുന്നു അവരുടെ പാത. മറ്റുള്ള ആൾക്കാർക്ക് ദീൻ പറഞ്ഞു കൊടുത്ത്, മറ്റുള്ളവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്ത്, മറ്റുള്ളവർക്ക് സുന്നത്ത് പറഞ്ഞു കൊടുത്ത്, ബിദ്അത്തിനെതിരെ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ആ ഒരു ഹിദായത്ത് നമ്മൾ ചോദിക്കണം. രണ്ടാമത്തെ ഈ ഈമാനാകുന്ന ഇസ്ലാം ആകുന്ന ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയാൻ വേണ്ടി അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിറാത്തുൽ മുസ്തഖീം. പിന്നെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിറാത്തുള്ള പാതയാണ്. മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നേരായത് എന്നുള്ളതാണ്. ഇസ്തിഖാമത്ത് ഒരു ഭയങ്കര സംഭവമാണ്. പണ്ഡിതന്മാർ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞ വിഷയത്തിൽ മാത്രം ക്ലാസ് എടുത്തിട്ടുണ്ട്. അറിയാം, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിലിങ്ങനെ തുടർത്തി മരണം വരെ ആ ഒരു ഈമാൻ തുടർത്തി ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് ഭയങ്കര. നമ്മൾ കാറൂന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടുണ്ടാവും, ഒരുപാട് കാലം നല്ല ഈമാനോട് ഖിലാസോടെ ജീവിച്ച് പെട്ടെന്ന് വഴിതെറ്റിപ്പോന്ന് അറിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല ഈമാനികരായിക്കൊണ്ട് നല്ല അവസ്ഥയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് പിന്നെ ആരുടെയെങ്കിലൊക്കെ തെറ്റിദ്ധാരണയിൽ പെട്ടിട്ട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ, ഈ മുസ്തഖീം ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈമാനോടുകൂടി എന്നും ജീവിക്കുക, ഈമാനോടുകൂടി. ഏതിപ്പോ ആൾക്കാർക്ക് പൊതുവെ ഇപ്പോ പറയാറുണ്ട്, ഒന്നെങ്കിൽ പണമാകുന്ന പരീക്ഷണം, അല്ലെങ്കിൽ പെണ്ണാകുന്ന പരീക്ഷണം. അങ്ങനെ ആളുകൾക്ക് സഹിക്കാൻ വലിയ പരീക്ഷണങ്ങൾ നൽകുമ്പോഴാണ് ഈ ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാൻ സാധ്യത. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഏത് പരീക്ഷണ സമയത്തും പതറാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് സ്വഹാബികളൊക്കെ നമ്മൾ കാണിച്ചു തന്നതും. അവർക്കും ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഉമ്മ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ചീത്ത പറയുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹ് മോന് മുസ്ലിം ആയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹുവിന് പറ്റിയില്ല, അല്ല ഉമ്മാക്ക് പറ്റിയില്ല. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ തന്നിട്ട് എന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും ഇഷ്ടപ്പെടണേന്ന് വരെ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഇന്ന് അഹ്ലുസുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വഹാബികളിൽപ്പെട്ട ഏറ്റവും പ്രഗത്ഭമായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ നമ്മളൊന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് അബൂ ഹുറൈറ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നൊരു റെസ്പെക്ട് ഉണ്ട്, ഭയങ്കര ഇഷ്ടം ഉണ്ടാക്കാൻ റസൂൽ അന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എല്ലാവർക്കും അബൂ ഹുറൈറയെ ഇഷ്ടം ഉണ്ടാവണേ. അങ്ങനെ റസൂലുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തിരിച്ച് അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഉമ്മാരെ മനസ്സ് മാറി, മാനസാന്തരപ്പെട്ടു, ഹിദായത്തിലായി എന്നുള്ളത്. ഇവിടെയാണ് ഈ ഹിദി പറയുമ്പോൾ നമ്മൾ മറ്റൊരു ഹദീസ് കൂടി ഓർമ്മ വരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറച്ച് ആൾക്കാർ അതിന് പരാതി പറഞ്ഞു, അല്ലാഹു ദൗസ് ഗോത്രം ഭയങ്കര എടുങ്ങാറാക്കുന്നുണ്ട് നമ്മുടെ മുസ്ലിങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ തിരിച്ചു. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചു റസൂലുള്ള അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിച്ചു. പക്ഷെ റസൂലുള്ള കൊടുത്ത മറുപടി ഇങ്ങനെ, അല്ലാഹുവേ ദൗസിന് നീ ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അവിടെ ഉദ്ദേശം ഹിദായത്ത് തൗഫീഖാണ്. ആ ഹിദായത്ത് തൗഫീഖ് കിട്ടിയ ഒലക്കെ റെഡിയാവുന്നുള്ളതാണ്. ഹിദായത്ത് തൗഫീഖ് കിട്ടിയാൽ നമ്മുടെയൊക്കെ ജീവിതം അങ്ങ് റെഡിയാവുന്ന. ഇസ്തിഖാമത്ത് ഇല്ലാത്ത പാത എന്ന് കൂടി പറയാൻ പറ്റും. വളവും തിരിവൊന്നും ഇല്ലാത്ത പാത എന്നുകൂടി ഇസ്തിഖാമത്തിന് അർത്ഥമുണ്ട്, ആശയമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു ചോദ്യം എന്താ വെച്ചാൽ, നാട്ടിലൊരു വിവാദം നടന്നിരുന്നു. ഇപ്പൊ നാട്ടിലിപ്പോ ഇന്നലെ എനിക്കൊരാഴ്ച വീഡിയോ അതിലൊക്കെ നാട്ടിൽ നല്ല ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത ആൾക്കാരുടെ സഹായം തേടാം, ദുആ ചെയ്യാന്ന് പറഞ്ഞ് ഭയങ്കര വാദപ്രതിവാദങ്ങളും അതിനുവേണ്ടി മുഖാമുഖങ്ങളും അതിനുവേണ്ടി സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതില് കേരളത്തിലൊരു 2015 ആ സമയത്ത് ഒരു സംവാദം നടന്നു. ആ സംവാദത്തില് സലഫി പക്ഷത്തുള്ള ആൾക്കാര് എതിർപക്ഷത്തുള്ള ആൾക്കാരോട് ചോദിച്ചു, അല്ലാത്ത ആൾക്കാരുടെ ഹിദായത്തിനെ ചോദിക്കാൻ പറ്റും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഖുർആനിൽ ആരോടാണല്ലോ, അല്ലാണ്ടാണുള്ളത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ചോദ്യം അല്ലാത്ത ആൾക്കാരോട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു ലജ്ജയുമില്ലാതെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാത്ത മഹാന്മാരോടും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ചോദ്യം ചോദിക്കാൻ പറ്റുമെന്ന് മുസ്ലിം നാമധാരികൾ വരെ മറുപടി പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്? അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് ഒരാളെ ദൈവം എന്ന് വിശ്വസിക്കാണ്ടിരുന്നാൽ മതി എന്നാണ്, അതോ ഖാലിഖാണെന്ന് വിശ്വസിക്കാണ്ടിരുന്നാൽ മതി, എന്നാൽ എനിക്ക് സഹായം തേടാന്ന്. അപ്പൊ നിങ്ങളൊരു മഹാത്മാവാണെങ്കിൽ നിങ്ങൾ ഖാലിഖാണ് എന്ന് വിശ്വസിക്കാണ്ടിരുന്നാൽ മതി, അതോ സൃഷ്ടാവാണെന്ന് വിശ്വസിക്കാണ്ടിരുന്നാൽ മതി. എനിക്ക് അങ്ങനെ വിശ്വസിക്കാത്തടത്തോളം കാലം, പരമമായ അധികാരം നിങ്ങളിൽ വിശ്വസിക്കാത്തടത്തോളം കാലം നിങ്ങളോട് എനിക്ക് സഹായം തേടാന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുന്നത്. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയം വരുന്നത്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളൊക്കെ കൊടുത്ത അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അല്ലാത്ത ആരാധ്യരില്ലാതെ. അവര് കൊടുത്ത അർത്ഥം ലാ റബ്ബ ഇല്ലല്ലാഹ്, ലാ ഖാലിഖ ഇല്ലല്ലാഹ്. ലാ ഖാലിഖ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അല്ലാണ്ട് ഖാലിഖ് ഇല്ലാന്ന് വിശ്വസിച്ചാൽ മതി. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റും? എന്തു പറ്റും? അല്ലാത്ത ഖാലിഖ് ഇല്ലാന്ന് വിശ്വസിച്ചാൽ ഷിയാക്കളും അതാ ചെയ്യുന്നത്. ഷിയാക്കളുടെ അതേ വിശ്വാസം ആണ്. അവര് യാ അലി എന്ന് പറയുന്നു, യാ ഹുസൈൻ എന്ന് പറയുന്നു. അവരൊക്കെ വിശ്വാസം അതാണ്. ഹുസൈനെ ഞങ്ങൾ ഖാലിഖായിട്ട് കാണുന്നില്ല, അത് അള്ളാഹ് തന്നെയാണ്. പക്ഷെ അങ്ങനെ വിശ്വസിക്കാത്തടത്തോളം കാലം മഹാത്മാക്കളായ ആൾക്കാരുടെ ഒക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ ബേസാണ് അവർക്ക്. അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആ ബേസാണ്. ഷിയാക്കൾക്ക് ആ ബേസാണ്. അങ്ങനെ പിന്നെ അതേപോലെ സൂഫിയാക്കൾക്ക് ആ ബേസാണ്. അങ്ങനെ ത്വരീഖത്തുകാർക്കൊക്കെ ആ ബേസാണ്. അതോ അല്ലാത്ത ആൾക്കാർ ഖാലിഖാണെന്ന് വിശ്വസിക്കാണ്ടിരുന്നാൽ മതി. അള്ളാഹ് മാത്രമാണ് സാക്ഷാൽ ദൈവം. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അല്ലാത്ത ആൾക്കാരൊക്കെ നമുക്ക് എന്തു പ്രാർത്ഥിക്കാന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇഹ്ദിന എന്നുള്ളത് എന്താണ്? ഹിദായത്ത് തൗഫീഖാണ്. അത് ആര് തന്നെ തരണം? അള്ളാഹ് തന്നെ തരണം. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറേണ്ടി എങ്ങനെ? വെറുതെ പഠിച്ച് നമ്മൾ വീട്ടിൽ കുത്തിരിക്കുന്നത്. തൗഹീദിനെതിരെ ശക്തമായ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ അതോ വ്ളോഗൊക്കെ അഭിനയിച്ച് വരെ വ്ളോഗ് ചെയ്തുകൊണ്ട് തൗഹീദിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശരിക്കും തൗഹീദിന് വേണ്ടി നമ്മൾ വർത്താൻ പറയണം. മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു 10 ആൾക്ക് ശക്തിയായിട്ട് തൗഹീദ് പറഞ്ഞിട്ട് മരിക്കുമ്പോൾ അതിനൊരു ഇസ്സത്ത് ഉണ്ട്. തൗഹീദ് പറഞ്ഞാൽ അള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, അല്ലാത്ത വേറെ ആരെയും ആരാധിക്കാത്തൊരവസ്ഥ, അള്ളാഹിനെ മാത്രം ആരാധിക്കുക. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്. പച്ചക്ക് പറയണം. അങ്ങനെ ഒരു 10 ആൾക്കെങ്കിലും മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ട് മരിക്കാൻ പറ്റണം. അപ്പോഴേ നമ്മൾ ഇയ്യാക്ക നഊദ് പഠിച്ചതിന് ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ, ഇഹ്ദിനെ പഠിച്ചതിനൊക്കെ ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ അത്തരക്കാരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പഠിച്ചത് ചിന്തയിൽ വരുത്താൻ ഈ ഫാത്തിഹക്ക് ഓതുമ്പോൾ ഈ പഠിച്ചതൊക്കെ അങ്ങനെ തന്നെ മനസ്സുകളിലേക്ക് വരാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ രീതിയിൽ പാരായണം ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല
പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചുകൊണ്ട് മരണം വരെ ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.